നിവിൻ ബദ്ലയം കുടുംബ യൂണിറ്റ് ആണെങ്കിലും നല്ല സിനിമ തന്നെ ആയിരിക്കും. പക്ഷെ ദുൽഖറിന്റെ അത്ര കളക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഒരു 50 കോടി 80 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ 100 കോടിക്ക് അടുത്ത് എങ്ങനെ വന്നാലും ബദ്ലയം കുടുംബ യൂണിറ്റും ഓടും, നല്ല രീതിയിൽ ഓടും. പക്ഷെ ഖലീഫ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടന്റെ തിയേറ്ററിൽ തന്നെ പോയി കണ്ട ഒരു ആശീർവാദിൽ വലിയ ക്രൗഡ് പുള്ളിങ് ഒന്നുമില്ല. ഫ്രണ്ടിൽ ഒരു 4-5 റോയൊക്കെ വെറുതെ കാലിയായിരുന്നു. ഞാൻ തിയേറ്ററിലോട്ട് ചെല്ലുമ്പോഴും ലാലേട്ടനൊക്കെ ഉള്ളതല്ല, അല്ലെങ്കിൽ രാജുവേട്ടന്റെ സിനിമയുള്ള പൃഥ്വിരാജ് ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്, ഒരനക്കൂല അവിടെ. പിന്നെ ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കി പറയാം, പൃഥ്വിരാജ് ഔട്ട്, ഈ കോണ്ടസ്റ്റിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. ഇനി യുദ്ധം നിവിൻ പോളിയും ദുൽഖർ സൽമാനും തമ്മിൽ. കുറെ എണ്ണ എന്റെ പൊന്നളിയാ കളിയാക്കാണ്. നമ്മളെ ദുൽഖർ സൽമാൻ പേടിച്ചിട്ട് മാറ്റിയതാണ്. ദുൽഖർ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാറിയതാ കണ്ടാണ്. ഓണമുള്ള ദുൽഖറിന് ഏതായാലും നന്നായിട്ടാ, സിംഗിൾ റിലീസാണ്, മച്ചാൻ പൊളിക്കണം നോക്കിക്കോ. ഇപ്പൊ ഈ നിവിൻ പോളിയുടെ ബദ്ലയം കുടുംബ യൂണിറ്റ് ആണെങ്കിലും നല്ല സിനിമ തന്നെ ആയിരിക്കും. പക്ഷെ ദുൽഖറിന്റെ അത്ര കളക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഒരു 50 കോടി 80 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ 100 കോടിക്ക് അടുത്ത് എങ്ങനെ വന്നാലും ബദ്ലയം കുടുംബ യൂണിറ്റും ഓടും, നല്ല രീതിയിൽ ഓടും. പക്ഷെ അതിലും നന്നായിട്ട് ഓടാൻ പോകുന്നത് നമ്മുടെ ദുൽഖർ സൽമാന്റെ. അദ്ദേഹത്തിന് ഇപ്പൊ കേരളത്തിൽ ഓടിയെങ്കിലും തമിഴ്നാട്ടിലും തെലുങ്കിലൊക്കെ ഓടും. അപ്പൊ അതിന്റെ പേടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഖലീഫ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. കാരണം ജൂൺ 22-നാണ് സിനിമ ഇതായത് ഷൂട്ടിംഗ് കഴിഞ്ഞത്. എങ്ങനെയൊക്കെ ആനം പിടിച്ചാലും ഇതിന്റെ മിക്സിങ്, ഗ്രേഡിങ്, കളർ ഗ്രേഡിങ്, അതുപോലെ എഡിറ്റിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ ആന പിടിച്ചാലാണ് ഈ 1.5 മാസം കൊണ്ടൊക്കെ തീരാൻ പോണം. പിന്നെ ഇതിന് ഒരുപാട് സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട്. എനിക്ക് തുടക്കത്തിലൊക്കെ വെറും ശോകം, പൃഥ്വിരാജ് കുറെ ഹൈ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് ഒന്നും അങ്ങോട്ട് കിട്ടണില്ല. കുറെയൊക്കെ നമുക്ക് കാണുമ്പോൾ ചിരി വരും. ഈ പൃഥ്വിരാജ് ഇങ്ങനെ ദേഷ്യം സങ്കടമൊക്കെ വന്നിട്ട് ഇങ്ങനെ കണ്ണീന്നൊക്കെ വെള്ളം വന്ന് ഇങ്ങനെ വിറക്കണ സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ ചിരി വന്നിട്ട് ഇയാൾ എന്തി കാണിക്കണം. അതുപോലെ തുടക്കത്തിലെ പ്രേമ സീനൊക്കെ ഉണ്ട്, മറ്റേ ആ പെണ്ണിനെ വളക്കണ സീനൊക്കെ, അതൊക്കെ പാരിജാതവും അങ്ങനത്തെ പഴയ ക്രിഞ്ച് പരിപാടിയൊക്കെ, അങ്ങനത്തെ കുറെ സീനുകളൊക്കെ. പിന്നെ ഈ സിനിമയിൽ പിന്നെ എടുത്തു പറയേണ്ടത് കുറച്ച്, ഈ സിനിമയിൽ കുറച്ച് ഹൈ എത്തിയ ഒരു മൊമെന്റ് എനിക്ക് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൃഥ്വിരാജിന്റെ വീട്, പൃഥ്വിരാജ് അവിടെ ഇല്ല, പക്ഷെ ആ വീട്ടിലോട്ട് കുറെ ഗുണ്ടകൾ കയറി ആക്രമിക്കുന്ന സീനുണ്ട്. അപ്പൊ അവിടെ കുറെ ഗാർഡുകളുണ്ട്, സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. അവർ തിരിച്ചുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അമ്പോ, അമ്മാരുടെ കിടിലം ഫൈറ്റ്. അമ്മാരെ അവിടെ നിന്ന് അവരെ രക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. അത് കിടില. പക്ഷെ അതിനകത്ത് പൃഥ്വിരാജും ഇല്ല. അതിലൊരു സീനിൽ ഒരു ഗുണ്ടയുടെ കഴുത്തിൽ കത്തി ഇങ്ങനെ ഇറക്കണ സീനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കരുതി പൃഥ്വിരാജ് എത്തി പൊളിക്കും, കൈ കാണിക്കുന്നത് പൃഥ്വിരാജ് അവിടെ ഇല്ല. അങ്ങനെ ഒരു സീൻ കുറച്ച് ഹൈ കിട്ടി. പിന്നെ ഹൈ കിട്ടി ക്ലൈമാക്സിൽ ആ ഫൈറ്റ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ആ ഫൈറ്റ് എൻഡിലോട്ട് എത്തിയപ്പോ വളരെ ഷോകായി. അവിടെ പിന്നെ പാരിജാതം, സെന്റിമെന്റ്സ്, എന്തൊക്കെയോ കത്തിക്കരിഞ്ഞ ആള് വരുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാലേട്ടനെ കാണിക്കുന്ന ഒരു സീൻ ഉണ്ട് മോനെ, കറക്റ്റ് ലൂസിഫർ ക്ലൈമാക്സ്. ഹെലികോപ്റ്ററും ഇല്ല, ജെറ്റുകളും ഇല്ല, കറക്റ്റ് ലൂസിഫർ. ആ കോട്ട് വരെ അത് തന്നെ. പൃഥ്വിരാജിന് മോനുണ്ട്, പൃഥ്വിരാജിന്റെ ബാപ്പ, അതിന്റെ മുകളിലാണ് ഈ ലാലേട്ടന്റെ സീൻ വരുന്നത്. എന്റെ മോനെ, അദ്ദേഹത്തിന് നല്ല പ്രായം വരും, എങ്ങനെ വന്നാലും ഒരു 80 75 കൂട്ടിക്കോ. മുഖത്തൊരു ചുളി പോലുമില്ല, മീശം താടിയൊക്കെ ഒന്ന് കറുപ്പിച്ചിട്ടുണ്ട്, തലയൊക്കെ. അതിന്റെ ഇടയിലും കുറച്ച് ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ ലൂസിഫറിൽ അതേ ഷോട്ട്, മോതിരം കാണിക്കല്, ഇതില് സിംഹത്തിന്റെ മോതിരം, അതിനകത്ത് മറ്റേ എന്തോ ഒരു മോതിരം, അങ്ങനെയൊക്കെ കുറെ സീൻ. പിന്നെ വേറൊരു ക്യാമിയോനെ കാണിക്കേണ്ടത്, അത് കറക്റ്റ് അനിമല്. നമുക്കത് കാണുമ്പോൾ ആ രൂപം കാണുമ്പോൾ തന്നെ അറിയാം, ഇത് രൺബീർ കപൂറിന്റെ ആ സീനല്ലേ, അനിമലിന്റെ ക്ലൈമാക്സിലെ സീനല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചോ. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് നടിക്കൊന്നും വലിയ റോളൊന്നുമില്ല, എന്തോരം. പിന്നെ കുറച്ച് ഒരു രസം തോന്നിയത് ഒരു സ്മഗ്ലിങ്ങിന്റെ തുടക്കത്തിൽ ഒരു സീൻ, ഒരു രസമുണ്ട്. എന്നാലും അപ്പൊ ചൈന ഫോണൊക്കെ കണ്ട് ഈ ഇപ്പൊ അവർക്കൊന്ന് ചെക്ക് ചെയ്തൂടെ, ഈ പോലീസുകാരും കസ്റ്റംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യൂലേ. ഒരു പഴയ കാലത്തെ ഫോണ് 2 എണ്ണമൊക്കെ വെച്ച് ഫോൺ കാണുമ്പോൾ തന്നെ ഒരു ഡൗട്ടൊക്കെ അടിക്കില്ല. അതിലൊക്കെയാണ് കടത്തുന്നത് സ്വർണ്ണമൊക്കെ. അങ്ങനെയൊക്കെ കുറെ ഏതോ കാലത്ത് എഴുതിയ കഥയാണെന്ന് തോന്നുന്നു. പൃഥ്വിരാജ് സ്വന്തം സിനിമയുടെ കഥയൊന്നും വായിക്കാറില്ല എന്ന് തോന്നുന്നു, ബാക്കിയുള്ളവരുടെ സിനിമയുടെ കഥയാണ് വായിക്കാറ്. പിന്നെ ലാലേട്ടന്റെ കറക്റ്റ് ലുക്ക് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ ഈ കൊച്ചി രാജാവിലെ അരശ്രേഷോകനെ വേഷം കെട്ടിച്ചുണ്ടാവില്ലേ ഒരു വയസ്സനായിട്ട്, ഇവരെ എന്നെ റിച്ചാക്കിയിടാന്നൊക്കെ പറയുള്ളേ, അതല്ല. അതുപോലെ ഇന്ദ്രൻസ് വാവർക്കുന്നത് കൊഫേ പോസ അതിനാണ് വാവർക്കുന്നത്. അങ്ങനെ ഒരു പടം.
ഏതായാലും ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോ, നീംബോളിയുടെ പടം അത്യാവശ്യം നല്ല രീതിയിൽ ഓടും. അതിന് മുകളിൽ അയാം ഗെയിം ഓടും. അയാം ഗെയിം ഇപ്പോഴൊന്നും ഷൂട്ടിംഗ് തീർന്ന പടമല്ല, നല്ലപോലെ വർക്ക് ചെയ്ത് അതുപോലെ നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ നെഹാസ് ഹിദായത്ത്. എക്സ് ബിജോയുടെ കത്തിക്കലൊക്കെ ഉണ്ട്. ദുൽഖർ നന്നായിട്ട് പണിയാറ്, നല്ലൊരു ബിസിനസ് മാനാണ്. അപ്പൊ ദുൽഖർ വിട്ടേക്കുന്ന ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നൊരു ക്ലൂ തരാനുള്ളതാണ്. പക്ഷെ അതിലുള്ള ഹൈ മൂമെന്റ്സ് ഒന്നും നമുക്ക് അതിനകത്ത് കാണിച്ചു തന്നുള്ള. ഈ ഖലീഫയിൽ അതിനകത്ത് മാക്സിമം എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെയാണ് ട്രെയിലറിൽ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ ദുൽഖറിന്റെ ഒരു കാരുണ്യമാണ്. കാരണം ഈ പടം എങ്ങനെ പൊട്ടുമെന്നും എങ്ങനെ വന്നാലും പൊട്ടുമെന്ന് പറയാം. അപ്പൊ പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതി ഓണത്തിന് ഇറക്കി വിട്ടേക്കുന്നതാണ്. അത് എങ്ങനെ വന്നാലും പൊട്ടുമെന്ന് പറയാം. എന്നാലും എന്തൊക്കെയായിരുന്നു ദുൽഖർ പേടിച്ച് സിനിമ മാറ്റി. കണ്ടിട്ട് പാവം തോന്നിയിട്ട് ദുൽഖർ എന്നെ വിട്ടുകൊടുത്താണ്. ഇപ്പൊ നാളെ നീമ്പോളിയുടെ പടം ഇറങ്ങണോടുകൂടി ഈ പടത്തിന്റെ നല്ലപോലെ ഡൗണാവും. ഇപ്പൊ തന്നെ 2K വോട്ടിങ്ങിൽ എങ്ങാണ്ട് 8.9 എത്തി. മിക്കപ്പോഴും ഒരു 7 അടുത്തോട്ട് കയറും. മറ്റേ ബുക്ക് മൈ ഷോ അല്ലേ. ഇത് റിവ്യൂ ആയിട്ടൊന്നും കൂട്ടണ്ട, ആ ഓണം ക്ലാഷിന്റെ ഒരു സംഭവമായിട്ടിട്ടാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ബൈ.